ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ശ്യാമിനോട് മാപ്പ് പറയിക്കുകയാണ് അഞ്ജലി അശ്വിനെ കൊണ്ട്. അശ്വിൻ അങ്ങനെ മാപ്പൊക്കെ പറയുന്നു. പിന്നീടായിട്ട് അടുത്ത പ്രശ്നം അങ്ങോട്ട് വരുന്നുണ്ട്. കമ്പനിയുടെ ലോയർ അങ്ങോട്ട് വന്ന് അഞ്ജലിയോടും മുത്തശ്ശിയോടും ശ്രുതിയോടൊക്കെ പറയുന്നുണ്ട്. ഇതിൽ അശ്വിൻ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞതാ. അശ്വിൻ ഒപ്പിട്ടു. ഇനിയിപ്പോ നിങ്ങളാ ഒപ്പിടേണ്ടേ. അല്ല, ഇത് എന്തിന്റെ കാര്യത്തിനുള്ളതാ? അശ്വിൻ പറഞ്ഞിരുന്നു അവന്റെ സ്വത്തില് ഈ ശ്യാമിന് ഒരവകാശം ഉണ്ടാവരുതെന്ന്. ചേച്ചിയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് അശ്വിന്റെ സ്വത്തില് അവകാശം പറഞ്ഞു വരാതിരിക്കാനേ ഒരു മുൻകരുതലാ. അശ്വിൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ശ്യാം കൂടെ ഒപ്പിടണം. എന്നാ ഇത് ശ്യാമൊക്കെ ഒത്തുകളിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വക്കീലിന് പൈസയും കൊടുത്ത് എന്തോ പറഞ്ഞ് അശ്വിന്റെ ഒപ്പ് ഇടിയിച്ച് ഇങ്ങനൊരു നാടകം കളിക്കുന്നത്. അഞ്ജലിയുടെ മനസ്സിൽ അശ്വിനോട് കൂടുതൽ ദേഷ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് അശ്വിൻ സാർ തന്നെയാണോ ചെയ്യാൻ പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതെ, അശ്വിൻ തന്നെയാ. വേണമെങ്കിൽ അശ്വിൻ സാറ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അശ്വിൻ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അഞ്ജലിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ആ ചേച്ചി എന്നൊക്കെ വിളിച്ചു വരുന്നു. വേണ്ട, നീ എന്നെ ഇനി ചേച്ചി എന്ന് വിളിക്കണ്ട. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? അല്ല, നിനക്ക് പേടിയുണ്ടോ ഞാനും എൻ്റെ ഭർത്താവും നിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുമെന്ന്? ചേച്ചി എന്തൊക്കെയാ പറയുന്നത് ചേച്ചി? പിന്നെ എന്തൊക്കെയാടാ ഇയാൾ ഇവിടെ വന്ന് പറയുന്നത്? എന്താടോ, എന്താ കാര്യം? അല്ല, സാറ് തന്നെയല്ലേ പറഞ്ഞത് ഇങ്ങനൊരു വക്കീൽ നോട്ടീസ് ഉണ്ടാക്കാനായിട്ട്. സാറിൻ്റെ സ്വത്തില് ഈ ശ്യാമിന് ഒരു അവകാശമില്ല എന്ന് എഴുതി ഒപ്പിടാനായിട്ട്. അതുകൊണ്ട് അതിനായിട്ട് വന്നതാ. അപ്പോൾ ഇവരെന്തൊക്കെയോ പറയുന്നു. തന്നോട് ഞാൻ പറഞ്ഞെന്നോ? താൻ എന്തൊക്കെയാടോ പറയുന്നേ? സാറെന്തപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? സാർ ഒപ്പിട്ട് തന്നല്ലേ? എന്നാ സാറ് തന്നെ നോക്ക്. അപ്പോൾ അശ്വിൻ്റെ ഒപ്പ് തന്നെ ആയിരിക്കും. തനിക്ക് ആരോ പൈസ എന്ന് ഇതുപോലെയൊക്കെ ചെയ്യിക്കുന്നതാ. നീ ഇനി ഞങ്ങളുടെ കമ്പനിയിൽ ലോയറായിട്ട് വേണ്ട. നിനക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങിക്കൊള്ളണം. അതൊക്കെ ഞാൻ പൊക്കോളാം. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് സാറ് തന്നെയാ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ ഇവരുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിക്കേണ്ട ഒരാവശ്യമില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ ശ്യാം പറയുന്നുണ്ട്, അഞ്ജലി, ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട. ഞാൻ ഒപ്പിട്ട് കൊടുത്തോളാം. എനിക്കാരുടെയും സ്വത്തും പണവും ഒന്നും വേണ്ട. വേണ്ട ശ്യാമേട്ടാ, ഇവനെ പൈസയുടെ അഹങ്കാരാ. എടാ, നിന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുറവ് ഞാൻ ഒരിക്കലും വരുത്തിയിട്ടില്ല. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് നോക്കിയിരുന്നേ. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ശ്യാമേട്ടനെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെയൊക്കെ എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ. പിന്നെ ശ്യാമേട്ടനും നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടാ. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അല്ലാതെ നിന്റെ സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. ചേച്ചി, അയാൾ എന്തോ വന്ന് പറഞ്ഞതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പണ്ടാണെങ്കിൽ എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിന്റെ സ്വഭാവം അത് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്തായാലും നിന്നോടിനി ഞാൻ സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അഞ്ജലി സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ശ്യാമിൻ്റെ മുഖത്തോട്ട് ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ നോക്കുക. പിന്നീടായിട്ട് കാണിക്കുന്നത് അശ്വിനെയും ശ്രുതിയെയും ആയിരിക്കും. ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട്, എന്താ സാറേ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ ചെയ്യാത്ത കാര്യം ഇത്രയും കോൺഫിഡൻസോട് കൂടി വന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ സഹിക്കുക? അത് ചേച്ചി വിശ്വസിച്ചു എന്നാ തോന്നുന്നേ. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് ആ വക്കീലിന് പുറകിൽ ആരോ ഉണ്ട്. എനിക്ക് സംശയം ആ ശ്യാമിനെ തന്നെയാ എന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അഞ്ജലി ചേച്ചിയെ മുൻനിർത്തിയിട്ട് നമ്മളെയൊക്കെ വെറുപ്പിക്കാനാ ശ്രമിക്കുന്നത്. അതിനാ ശ്യാമെന്ന് പറയുന്നവനെ ഏതറ്റം വരെ വേണമെങ്കിൽ പോവും. അപ്പോഴായിരിക്കും ഡോറ് തുറക്കുന്ന ഒച്ച കേൾക്കുന്നത്. അല്ല, മെയിൻ ഡോർ ആരാ ഈ സമയത്ത് തുറക്കുന്നേ? ശ്രുതിയും അശ്വിനും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാഗും എടുത്ത് അഞ്ജലിയും ശ്യാമും അവിടെ നിന്ന് ഇറങ്ങുക. കൂട്ടത്തില് മുത്തശ്ശിയും പ്രീതിയും ആകാശൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആകാശ് വന്ന് പറയുന്നുണ്ട്, എന്താ ചേച്ചി എന്തൊക്കെയാ കാണിക്കുന്നേ? ചേച്ചി ഇതുപോലൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും. നിങ്ങളൊന്നും സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. ഇനി ഞാനിവിടെ നിന്നാലേ ശരിയാവില്ല. അപ്പോഴേക്കും അശ്വിനും വരുന്നുണ്ട്. ചേച്ചി എങ്ങോട്ടാ പോകുന്നേ? ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. വേണ്ട, നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. നീ ഉണ്ടാക്കുന്ന സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട. നീ എൻ്റെ പേരിൽ അക്കൗണ്ടിലിട്ട പൈസ ഞാൻ നിനക്ക് തന്നെ സെൻഡ് ചെയ്തോളാം. ഇനി എനിക്ക് നിന്റെ ഒരു പൈസയും വേണ്ട. അഞ്ജലി, ഈ വീട്ടിലെ സ്വത്തുക്കളെല്ലാം നിനക്ക് കൂടെ ഉള്ളതാ. നീ എന്താ
ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വേണ്ട മുത്തശ്ശി, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്നാലേ ഇനി ശരിയാവില്ല. ശ്യാമേട്ടൻ്റെ കൂടെ ഞാൻ സമാധാനത്തോടു കൂടി ജീവിച്ചോളാം. ഇനി ശ്യാമേട്ടൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ജീവിക്കും. അതിൽ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതോടുകൂടി ശ്യാമിൻ്റെ മുഖമൊന്ന് മാറുന്നുണ്ട്. ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയാൽ ശ്യാമിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നന്നായിട്ട് അറിയാം. കൂട്ടത്തിൽ പിന്നെ ശ്രുതിയെ കാണാതിരിക്കാനും പറ്റില്ലല്ലോ. അഞ്ജലി മനോരമയെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. മോഹനനാണെങ്കിൽ അവളെ ഇങ്ങോട്ട് തിരികെ വിളിക്കുന്നില്ലെന്നും പറയുന്നു. ഈ സമയത്ത് നീ കൂടെ ഇവിടുന്ന് പോയാൽ അത് എനിക്ക് താങ്ങാനാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങാം. ഇതൊന്നും കണ്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനിവിടുന്ന് ഇറങ്ങിയാൽ എനിക്കിതൊന്നും കാണണ്ടല്ലോ എന്ന് മുത്തശ്ശി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ശ്രുതിയും പ്രീതിയും പറയുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതി അഞ്ജലിയോട് പറയുന്നു, അഞ്ജലി ചേച്ചി, അന്ന് അത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ആ ചേച്ചി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. ഇവൻ്റെ ദേഷ്യവും വാശിയൊക്കെ ഒന്നല്ലെങ്കിൽ നിന്റെ മേലെ തീർക്കും, അല്ലേ ശ്യാമേട്ടനെ പിടിച്ചടിക്കും. നീ അവൻ്റെ ഭാര്യയാ, അതുകൊണ്ട് നീ ഈ വീട്ടിലാണ് നിൽക്കണ്ടേ എന്ന് കരുതിയിട്ട് ശ്യാമേട്ടനും ഞാനൊന്നും ഇത് അനുഭവിച്ചവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മോഹനനും എല്ലാവരും വീണ്ടും അഞ്ജലിയോട് പറയുന്നുണ്ട്. അഞ്ജലി ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ശ്യാം പറയുന്നുണ്ട്, മുത്തശ്ശി, ഞാനവളുടെ അടുത്ത് പറഞ്ഞതാ, മുത്തശ്ശിക്ക് ഇത് വലിയ സങ്കടാവും, ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന്. ദേ അഞ്ജലി, എന്നെ ആരെങ്കിലും അപമാനിച്ചെന്ന് കരുതിയിട്ട് നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. നീ ഉള്ളിലോട്ട് വാ, മുത്തശ്ശിക്കും ബാക്കി എല്ലാവർക്കും അത് വലിയ സങ്കടാ എന്നും പറഞ്ഞ് അഞ്ജലിയെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാ അശ്വിന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്യാമാണെങ്കിൽ അശ്വിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുക. അശ്വിനത് സഹിക്കാനാവാതെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുമായിരിക്കും. ഈ സമയത്ത് മുത്തശ്ശി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. മോഹനൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്തെ? എന്താ മോഹന, നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മനോരമയെ വിളിച്ചിട്ട് വരാൻ. അവൾക്ക് അവളുടെ മരുമകളെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയും, പക്ഷേ എനിക്കതിന് പറ്റില്ല. മനോരമ എൻ്റെ മരുമകളാ. അവള് അവിടെ പോയി കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. 10 രൂപ പോലും അവളുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കെ അവൾ എങ്ങനെയാ അവിടെ ജീവിക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷനാ. നീ ഒരു കാര്യം ചെയ്യേ, അവൾക്ക് എന്തെങ്കിലും പൈസയെങ്കിലും കൊണ്ടു കൊടുക്ക്. നീ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ അവൾക്കിപ്പോൾ ഞാൻ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അമ്മേ, അവൾ അവിടെ നല്ല രീതിക്ക് തന്നെ ജീവിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കണം, എന്നാലേ ചെയ്ത തെറ്റൊക്കെ അവൾക്ക് മനസ്സിലാവൂ എന്നും പറഞ്ഞ് മോഹനൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാ അശ്വിൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി സങ്കടപ്പെടാതിരിക്കുക, ഞാൻ ആൻറ്റിയെ പോയി കാണുന്നുണ്ട്. ആൻറ്റിക്ക് വേണ്ട പൈസയും ഫോണൊക്കെ ഞാൻ അങ്ങ് കൊണ്ടു കൊടുക്കാം. അങ്ങനെ അശ്വിൻ പറയുന്നു. പിന്നീടായിട്ട് അശ്വിനും ശ്രുതിയും മുത്തശ്ശിയൊക്കെ എണീറ്റ് പോകുന്ന സമയത്ത് ശ്യാം ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആൻറ്റിയെ കാണാനായിട്ട് നാളെ പോകുന്നുണ്ട്. ഈ വിവരം ആൻറ്റിയോടൊന്ന് പറയണമല്ലോ. ഫോണില്ലാത്ത സ്ഥിതിക്ക് ആൻറ്റി എല്ലാ ദിവസവും 10 മണിക്ക് ഇങ്ങോട്ട് വിളിക്കുന്നതാ. അപ്പം കാര്യങ്ങളെല്ലാം പറയാം. വിളിക്കുന്ന സമയത്ത് ഒന്ന് കാണണമെന്ന് പറയുകയാണ്. രാത്രി തന്നെ മനോരമ ശ്യാമിനെ കാണാനായിട്ട് ഇരുട്ടത്ത് വരുന്നുണ്ട്. അങ്ങനെ ശ്യാം ഇക്കാര്യങ്ങളെല്ലാം പറയുന്നു. പിന്നീടായിട്ട് മനോരമ പറയുന്നുണ്ട്, അപ്പം നാളെ എന്നെ വിളിക്കാനായിട്ട് വരും. അപ്പം നാളെ ഞാൻ എന്തായാലും വരില്ല എന്ന് തന്നെയാ പറയൂ. എന്തായാലും കുറച്ച് വാശി പിടിച്ചാലേ നിർബന്ധിച്ചെന്നെ കൊണ്ടുപോകൂ. എൻ്റെ ആൻറ്റി അതിനൊന്നുമല്ല വരുന്നത്. ആൻറ്റിക്ക് ചെലവിനുള്ള പൈസ തരാനായിട്ടാണ് വരുന്നത്, ആൻറ്റിയെ കൊണ്ടുപോകാനൊന്നുമല്ല. എടാ അങ്ങനെ പറയലടാ, എന്തേലും മാർഗം ഉണ്ടോ എന്ന് നോക്ക്. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങോട്ട് വരണം. ആൻറ്റി, അതിനെൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ അതങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ആൻറ്റി ഇങ്ങനെ അങ്ങ് ചെയ്യേ. അപ്പോൾ ഉറപ്പായിട്ടും ആൻറ്റിയെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവരും. അതിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ആൻറ്റി ഇപ്പം അങ്ങോട്ട് വന്നാലേ എനിക്കൊരു ബലം ഉണ്ടാവും. അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൻറ്റി മാത്രമല്ലേ ഉള്ളൂ. അപ്പം എത്രയും വേഗം അങ്ങോട്ട് വരാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആ അടിപൊളി പ്ലാൻ എടുത്ത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ നാളെ എന്താണ് മനോരമയുടെ പ്ലാൻ എന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.